ഇതിനിപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ ഇതൊരു കൂട്ടാനാട്ടോ. നമ്മുടെ ചെറുപയറും പച്ചക്കായും ചേനയും വെച്ചിട്ടുള്ളൊരു അടിപൊളി കൂട്ടാൻ. കഞ്ഞിക്കാട്ടോ ഇത് ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ചെറുപയർ നേരത്തെ തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വേവായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയായിരിക്കും മിക്കവാറും ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കായും ചേനയും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലേക്ക് കഴുകി വെച്ച് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചേനയും പച്ചക്കായും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേണ്ടത്. നമ്മൾ ചേന കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കുക, കൈ ചൊറിയുന്നവരാണെങ്കിൽ നമ്മൾ ഗ്ലൗസ് എങ്ങാനും ഇട്ടിട്ട് വേണം ചേന കട്ട് ചെയ്യാനായിട്ട്. പിന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ചേന കട്ട് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം നമ്മൾ അടുപ്പിലൊക്കെ ഇട്ടാൽ കൈ ചൊറിയത്തില്ല. പിന്നെ ഒന്ന് കേട്ടിട്ടുള്ളത്, നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ തൂവിക്കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലും ചേന നമ്മുടെ കൈയൊന്നും ചൊറിയത്തില്ല എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം. നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ചെറുപയറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു. ഉപ്പും മഞ്ഞളും ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആട്ടോ. നമ്മുടെ ആവശ്യത്തിന് എരിവിന് എത്രയാണോ ആവശ്യം നോക്കിയിട്ട് നമുക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി അരപ്പിനായിട്ട് നമ്മൾ തേങ്ങയാണ് എടുത്തേക്കുന്നത്. ചുവന്നുള്ളിയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വേവായ നമ്മുടെ ഈ കറിയിലേക്ക് ഇത് നമുക്ക് ചേർത്തിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും തൂകിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി വറവ് ഇടലും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഈ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിക്ക് ഇതൊരു ബെസ്റ്റ് അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.